Hi guys, welcome to Tasty Tour. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പൈസി അൽഫാമാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തൊലിയോട് കൂടെയുള്ള 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം വാഷ് ചെയ്ത് ഡ്രൈ ആയ ചിക്കനാണ്. അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് 2 പോർഷൻ ആക്കിയതിന് ശേഷം നമുക്ക് മസാല പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലവണ്ണം വരിഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലവണ്ണം വരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നല്ലവണ്ണം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം വരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനായ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സിയിൽ നല്ലവണ്ണം അരച്ചെടുത്ത പേസ്റ്റാണത്. അത് 2 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആഡ് ചെയ്യുക. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വിത്ത് ലെമൺ ജ്യൂസ് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഏകദേശം ഒരു 3-4 മണിക്കൂർ ഇതിന്മേൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്രിപ്പറേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു തക്കാളി, ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളകാണ്. ഇത് മിക്സിയിൽ നല്ലവണ്ണം ജ്യൂസി ആയിട്ട് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ ആണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്, നല്ല ജ്യൂസി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സെക്കൻഡ് പ്രിപ്പറേഷനായ മിക്സിയിൽ നല്ലവണ്ണം നമ്മൾ ജ്യൂസി ആക്കി എടുത്ത തക്കാളി, വലിയുള്ളി, പച്ചമുളക് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് ഇത് വീണ്ടും നല്ലവണ്ണം ചിക്കനുമേ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഇനി നമുക്ക് കുറച്ച് പൊടികൾ, സ്പൈസസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ട സ്പൈസസ് ആണ് ഇവിടെ കാണുന്നത്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ വീതം, മല്ലി 1 ടീസ്പൂൺ, വലിയ ജീരകവും ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്, ഏലക്ക, കറാമ്പൂ, പട്ട. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നല്ലവണ്ണം പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത സ്പൈസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാല നല്ലവണ്ണം ചിക്കനുമേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഫ്രിഡ്ജിൽ ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കന് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഗ്രില്ലിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ കനലൊക്കെ റെഡിയാക്കിയിട്ട് ചിക്കൻ ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ 2 ഭാഗം നല്ലവണ്ണം വേവിച്ചെടുക്കാം. ഇത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഹെൽത്തി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക്
കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പാൽ ആഡ് ചെയ്യുക. ഇപ്പോൾ ഇത്രയും മിക്സ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്പൈസി അൽഫാമിൻ്റെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ഹെൽത്തി കുക്കമ്പർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കസ്കസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, മോർ ഹെൽത്തി ആക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുബൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ അൽഫഹാം സ്പൈസി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. താങ്ക് യു.